സംവിധായകർ വലയിലാക്കിയ നടിമാർ. ഒരു സിനിമ വലിയ കൂട്ടായ്മയിൽ നിന്ന് പിറവിയെടുക്കുന്നതാണ്. പല മേഖലകളുടെ സംഗമമാണ് സിനിമയെ വെള്ളിത്തിരയിലെത്തിക്കുന്നത്. അഭിനയിക്കാൻ മൊത്തത്തിൽ 20-25 ആളുകളെയുള്ളുവെങ്കിലും അണിയറയിൽ 300-ൽ-പരം ആളുകൾ രാപ്പകൽ അധ്വാനിച്ചുകൊണ്ടേയിരിക്കുന്നു. അണിയറയിലെ കൂട്ടായ്മ മഹത്തരമാണ്. 25 ദിവസം കൊണ്ട് തീർക്കേണ്ട ചിത്രം 20 ദിവസം കൊണ്ടും, അത് വേണമെങ്കിൽ 30 ദിവസമാക്കാനും അവർക്ക് കഴിയും. സിനിമയുടെ തലതൊട്ടപ്പൻ സംവിധായകനാണ്. ആ സംവിധായകരിൽ ചിലർ അഭിനയിക്കാൻ വന്ന നടിമാരെ ഭാര്യമാരാക്കി. ചില ദാമ്പത്യം നിറഞ്ഞ സദസ്സിൽ പ്രദർശനം തുടരുമ്പോൾ ചിലർ കട്ടുപറഞ്ഞ് വെട്ടിക്കളഞ്ഞു. 1978-ൽ മലയാള സിനിമയുടെ മികച്ച സംവിധായകൻ ഭരതൻ നാടകത്തിൽ നിന്ന് സിനിമയിലെത്തിയ KPSC ലളിതയെ വർണ്ണമാല്യം ചാർത്തിയതോടെ തുടങ്ങുന്നു ക്യാമറയ്ക്ക് പിന്നിൽ നിൽക്കുന്നവരും മുന്നിൽ നിൽക്കുന്നവരും തമ്മിലുള്ള വിവാഹം. 1980-ൽ IV ശശി അവളുടെ രാവുകളിലൂടെ എത്തിയ കന്യക സീമയെ സ്വന്തമാക്കി. 1988-ലെത്തിയപ്പോൾ മണിരത്നം മലയാളത്തിന്റെ മകൾ സുഹാസിനിയെ താലിചാർത്തി. രണ്ടുപേരും സിനിമയിൽ മുന്നണിയിലും പിന്നണിയിലും സജീവം. ലിസി പ്രിയദർശൻ വിവാഹം 1990-ലാണ് നടന്നത്. തുടക്കം നല്ല ദമ്പതികളായി. വർഷങ്ങൾ കഴിയുന്തോറും വിള്ളലുകൾ ഉരുണ്ടുകൂടി. 2014ഓടെ 24 വർഷത്തിന്റെ ആ ദാമ്പത്യം സിനിമാ ഭാഷയിൽ കട്ടുപറഞ്ഞ് പാക്കപ്പായി. 1996-ൽ പഞ്ച് ഡയലോഗുകൾ കൊണ്ട് സിനിമാശാലകളെ ഇളക്കിമറിച്ച ഷാജി കൈലാസ് ആനിയെ സിനിമയിൽ നിന്ന് സ്വന്തമാക്കി. ചിപ്പി എന്ന ഓമനത്തമുള്ള സുന്ദരിയെ 2001-ലാണ് സംവിധായകൻ രഞ്ജിത്ത് താലിചാർത്തി വീട്ടിൽ കൊണ്ടുപോയതെങ്കിൽ ഗീതു മോഹൻദാസ് എന്ന നായികയായും സംവിധായകയായും തിളങ്ങിയ ഉണ്ടക്കണ്ണിയെ സംവിധായകൻ രാജീവ് രവി 2009-ൽ താലിചാർത്തി. സോണിയെ താലിചാർത്തിയത് ബൈജു കൊട്ടാരക്കരയാണ്. നടിയും മോഡലുമായ അഞ്ജലിയെ സംവിധായകൻ അനീഷ് ഉപാസന കൊണ്ടുപോയി അഞ്ജലി ഉപാസനയാക്കി. കലാകുടുംബത്തിന്റെ സ്വന്തം കൽപ്പനയെ അനിൽ ആർഭാടത്തോടെ കൊട്ടുകുരവയിട്ട് താലിചാർത്തിയെങ്കിൽ 2012-ൽ കട്ടുപറഞ്ഞ് ഏകയാക്കി വിട്ടു. 2016-ന്റെ ആരംഭത്തിൽ ആ അഭിനേത്രി ലോകത്തോട് വിട പറഞ്ഞ് ആകാശത്തെ നക്ഷത്രമായി. 2 പെണ്ണുങ്ങൾ എന്ന ചിത്രത്തിലൂടെ നായികയായി വന്ന അനുപമയെ സ്വന്തമാക്കിയത് സംവിധായകൻ മോഹനായിരുന്നു. 2004-ൽ നിഷാന്ത് കുമാർ ജ്യോതിർമയിയെ വിവാഹം കഴിച്ചെങ്കിലും ഒരു അഭിനേത്രിയെ തളച്ചിടാൻ അദ്ദേഹത്തിനായില്ല. 2011-ൽ ആ ബന്ധം മുറിഞ്ഞു. ആ ബന്ധം വേർപെട്ടെങ്കിലും ജ്യോതിർമയിക്ക് ദുഃഖിക്കേണ്ടി വന്നില്ല. സ്ലോ മോഷൻ സംവിധായകൻ അമൽ നീരദ് വേഗത്തിൽ വന്ന് 2015-ൽ താലിചാർത്തി സ്ലോ മോഷനായി ജീവിക്കുന്നു. ജയിലിലെ തടവുകാർ ജയിലറയ്ക്കുള്ളിൽ ഫോട്ടോ വെച്ച് പൂജിച്ച സ്വപ്നം കണ്ട റീമ കല്ലിങ്കിലെന്ന സുന്ദരിയെ 2013-ൽ രജിസ്റ്റർ ഓഫീസിൽ വെച്ച് ആഷിഖ് അബു സ്വന്തമാക്കി. അമലാപോൾ എന്ന പൊന്മണിക്കുട്ടിയെ തമിഴ് സംവിധായകൻ AL വിജയ് 2014-ൽ തമിഴ് ആചാരപ്രകാരം മഞ്ഞൾ താലിചാർത്തി അതിർത്തി കടത്തിക്കൊണ്ടുപോയി. വഴിപിരിയലുകൾ ഇനിയുമുണ്ടാവാതിരിക്കട്ടെ. ക്യാമറയ്ക്ക് പിന്നിൽ നിന്ന് വെള്ളി വെളിച്ചത്തിൽ സ്വന്തം രൂപത്തിൽ നിന്ന് മാറി മേക്കപ്പിന്റെ തിളക്കത്തിൽ നിൽക്കുന്നവരെ കാണുമ്പോൾ മനസ്സിളകും ഏത് സംവിധായകർക്കും. വാഗ്ദാനങ്ങളുടെ പെരുമഴ പെയ്യിച്ച് പലതിനും ക്ഷണിക്കും. ക്ഷണിക്കുന്നവരും ക്ഷണം സ്വീകരിക്കുന്നവരും ശ്രദ്ധിക്കുക. ലൈറ്റ് ഓഫാവും, മേക്കപ്പ് അഴിച്ചുമാറ്റും, ക്യാമറ ബാഗിനുള്ളിൽ മൂടി പുതച്ചുവെക്കും. പിന്നെയെല്ലാം സാധാരണ പോലെ. അതിനാൽ ഒന്നിലും മനം മയങ്ങാതെ നല്ല നാളേക്കുവേണ്ടി ഉറച്ചു നിൽക്കാൻ പറ്റുന്ന നല്ല തീരുമാനങ്ങളെടുക്കുക. ഫിലിം കോട്ട്. സിനിമാ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഫിലിം കോട്ട്.